നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബയാസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ പോലെ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് പാസ്സായ കുട്ടികളും ഫെയിലായ കുട്ടികളുടെയും ഡാറ്റാ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 3 പേര് പാസ്സായവരും അതുപോലെ ഒരാൾ ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ആദ്യം നമുക്ക് കണ്ടെത്തിയിരിക്കണം. അതായത് പ്രയോർ പ്രോബബിലിറ്റി എന്ന് പറയും. അതായത് ഇവിടെ പി ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ ആദ്യം ലൈക്ലിഹുഡും അതുപോലെ പ്രയോർ പ്രോബബിലിറ്റിയും കണ്ടെത്തി വെക്കണം. അപ്പൊ ഇതില് പി ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പാസ് ഓർ ഫെയിൽ, 2 ക്ലാസ്സേ ഉള്ളൂ നമുക്ക്. അപ്പൊ 2 ക്ലാസിന്റെ പ്രോബബിലിറ്റി കാണണം. പി ഓഫ് പാസ് അല്ലെങ്കിൽ പി ഓഫ് ഫെയിൽ എന്ന് പറയുന്നത് ഈ പി ഓഫ് ക്ലാസ് ആണ്. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. അതായത് പി ഓഫ് പാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാസ്, എത്ര പേര് പാസ്സായിട്ടുണ്ട്, ടോട്ടൽ സാമ്പിൾസ്, ഫുൾ പാസ് ഓർ ഫെയിൽ സ്റ്റുഡൻസിന്റെ നമ്പറിൽ നിന്നും പാസ്സായ കുട്ടികൾ എത്ര, 3/4, 0.75. ഇതാണ് പി ഓഫ് പാസ് എന്ന് പറയുന്നത്. അതുപോലെ പി ഓഫ് ഫെയിലും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഫെയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾസ്. പ്രയോർ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ? ലൈക്ലിഹുഡ്. അപ്പോൾ നമുക്കൊരു പുതിയ ഡാറ്റയെ പ്രിഡിക്റ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിന്റെ ആ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത് നടന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി പ്രിഡിക്റ്റ് ചെയ്യണം. പുതിയ ഫീച്ചറുണ്ട്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യേണ്ട ഫീച്ചറൂടെ അറ്റൻഡൻസ് ലോയും ഹോംവർക്ക് ചെയ്ത ഒരു കുട്ടി പാസ്സാകുമോ ഫെയിൽ ആകുമോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അറ്റൻഡൻസ് ഉള്ള കുട്ടികൾ, കുറവുള്ള കുട്ടികളും ഹൈ ആയിട്ടുള്ള കുട്ടികളും പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നൊരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യുകയും അറ്റൻഡൻസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇല്ലാത്ത കുട്ടികൾ പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളൊരു ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു ഡാറ്റ കിട്ടുവാണെങ്കിൽ, അതായത് അറ്റൻഡൻസ് ലോവും ഹോംവർക്ക് യെസ്സും ആയിട്ടുള്ള കുട്ടി പാസ്സാവാൻ സാധ്യതയുണ്ടോ ബേസ്ഡ് ഓൺ പ്രയർ നോളജ്. മുന്നേ നമുക്കൊരു നോളജ് ഉണ്ട് ഇങ്ങനെ ആയിരിക്കുന്ന കുട്ടികൾ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്ന ഒരു ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു പുതിയൊരു കുട്ടിയുടെ അറ്റൻഡൻസ് ലോ ആയിട്ട് ഹോംവർക്ക് ചെയ്തൊരു കുട്ടി പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ലൈക്ലിഹുഡ് ചെക്ക് ചെയ്യാം. ലൈക്ലിഹുഡ് എന്താണ്? പി ഓഫ് അറ്റൻഡൻസ് ലോ ഈക്വൽ ടു ലോ ഗിവൺ പാസ്. അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്ത കുട്ടി പാസ്സാവാനുള്ള സാധ്യത. അപ്പൊ ഇതാണ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലൈക്ലിഹുഡ് ഈ പി ഓഫ് ബി ഗിവൺ എ ആണ്. അതായത് ഈ ഒരു എ എന്ന് പറഞ്ഞ ക്ലാസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബി എന്ന കാര്യം നടക്കാനുള്ള സാധ്യത. ഇവിടെ എന്താ? പാസ്സായിട്ടുള്ളൊരു കുട്ടിയുടെ അറ്റൻഡൻസ് ലോ ആവാനുള്ള സാധ്യത എത്രത്തോളം, അത് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം. ഇപ്പൊ കൗണ്ട് ഓഫ് ലോ ഓർ പാസ് അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അറ്റൻഡൻസ് ലോ ആയിട്ടുള്ള എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്? അറ്റൻഡൻസ് ലോ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പാസ്സായിരിക്കുന്നത്, അപ്പൊ 1/3. അതുപോലെ ഹോംവർക്ക് യെസ് ആയിട്ടുള്ള എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്? ഹോംവർക്ക് യെസ്സും ആയിട്ട് പാസ്സായിട്ടുള്ള കുട്ടികൾ 2/3 ആണ് മൊത്തം പാസ്സില്. അതുപോലെ തന്നെ ഫെയിലും അറ്റൻഡൻസ് ലോ ആയിട്ട് എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോംവർക്ക് യെസ് ആയിട്ട് എത്ര പേര് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അറ്റൻഡൻസ് ലോ ആയിട്ടുള്ള ഒരു കുട്ടി ഫെയിൽ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 ആണ്. 1/1. ആൻഡ് ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഫെയിൽ ആവാനുള്ള സാധ്യത 0 ആണ്. ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തിട്ടില്ല, ഫെയിൽ ആയിട്ടില്ല അല്ലെ. അപ്പൊ ഇത്രയും നമ്മൾ ലൈക്ലിഹുഡ് ചെക്ക് ചെയ്യണം. അതായത് ഒരു കുട്ടി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് എന്നത് ആള് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിന്റെ പ്രോബബിലിറ്റി. ഒരു കുട്ടി ഫെയിൽ ആയാൽ അത് ആ കുട്ടി ഹോംവർക്ക് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതിന്റെ പ്രോബബിലിറ്റി. അതാണ് ലൈക്ലിഹുഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടെത്തി വെക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താ, ഇതെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്യണം അല്ലേ. അതായത് ഇവിടെ നമ്മുടെ പി ഓഫ് എക്സ് ഗിവൺ
ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര